ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ അരി കുതിർക്കുക അരക്കുക ഒന്നും വേണ്ട. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുകയും ചെയ്യുക, ചുട്ടെടുക്കുകയും ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കണ ഈ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇത് ശർക്കര വെച്ചിട്ടല്ല കേട്ടോ ചെയ്യുന്നത്. ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര വെച്ചിട്ടും ചെയ്യാം. ഞാനിത് പഞ്ചസാര വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് മാവിലേക്ക് വേണ്ടത്. അതിൽ നിന്ന് ഒരു സ്പൂണ് പഞ്ചസാര ചൂടായൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കാരമലൈസ് ചെയ്ത് വെക്കുക. ഇങ്ങനെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഉണ്ണിയപ്പത്തിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കളർ അത്ര വേണ്ടാന്നുള്ളവർക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. ഇതിലേക്ക് അരി വെച്ചിട്ടുള്ള മാവല്ല, മൈദയും പിന്നെ റവയും കൂട്ടിയിട്ടാട്ടോ അതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുന്നത്. പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ കരിയാതെ സൂക്ഷിക്കണം. ഇനി ഇതിലേക്ക് നല്ല കളറായി വരുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ബാക്കിയുള്ള പഞ്ചസാര കൂടി അതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇത് നന്നായി ചൂടാറിയിട്ടാണ് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഇരട്ടി മൈദ വേണം. അപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമല്ലേ, അത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഏലക്ക ഉണ്ടെങ്കിൽ അതിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഏലക്ക എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല. ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഇതൊന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. നല്ല പാകത്തിന് കലക്കിയെടുക്കുകയാണ്. കട്ടൊന്നുമില്ലാതെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കിയെടുക്കുക. ഇത് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ കാരമലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നേരിട്ട് പഞ്ചസാര ചേർത്തിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് ലൂസായ ഇതിലാട്ടോ കലക്കിയെടുക്കുന്നത്. ഇനി റവയൊക്കെ ഒന്ന് കുതിർന്നിട്ട് ഒന്നും കൂടി ഉണ്ട് കുറുകി വരും. ഇതിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാട്ടോ ആയിട്ടുള്ളത്. ഇനി ഇതൊരു 5 മിനിറ്റ് റവ ഒന്ന് കുതിർന്ന് വരാനുള്ള ഒരു ടൈം, ഒരു 5 മിനിറ്റ് ഒന്ന് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മൾ ചട്ടിയൊക്കെ ചൂടായിട്ട് എണ്ണയൊക്കെ ചൂടായി വരുമ്പോഴേക്കും നല്ല പാകത്തിനായി ഇട്ട് കിട്ടിക്കോളും. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. ഇത് ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ കൊണ്ട് വേറിട്ട് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും ചീരണി ഉണ്ടാക്കണമല്ലോ, അപ്പോൾ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്താണ്. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇത് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ തിരിച്ചിടാൻ പറ്റുന്നുണ്ട്. കുറച്ചും കൂടി കളറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് പെട്ടെന്ന് ഉണ്ടാക്കേണ്ടവർക്കൊക്കെ ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കുക.
നല്ല ടേസ്റ്റിൽ നമ്മൾ സാധാരണ അരി കൊണ്ട് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഇത് കിട്ടുന്നുണ്ട്. നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.